വളരെ മനോഹരമായ ഒരു സമ്മേളനം ഇന്നലെ തിരുവനന്തപുരത്ത് നടക്കുകയുണ്ടായി. സാധാരണ ഇപ്പോൾ ഇലക്ഷൻ വരികയാണ്. ഇലക്ഷൻ വരുമ്പോൾ മാനിഫെസ്റ്റോകൾ വരും. യു ഡി എഫിന്, എൽ ഡി എഫിനും, എൻ ഡി എക്കും, അതായത് ബി ജെ പിക്കും, സി പി എമ്മിനും കോൺഗ്രസിനും കൃത്യമായ ഒരു മാനിഫെസ്റ്റോ വരും. ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ അവർ പല കാര്യങ്ങളും പറയും. മഴവെള്ളം സംഭരിക്കും, ഭൂജല പരിപോഷണം നടത്തും, മാലിന്യം സംസ്കരിക്കും, സോളാർ വ്യാപിപ്പിക്കും, ഇങ്ങനെ പല പല കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും. പിന്നെ നദികൾ സംരക്ഷിക്കും, പുഴകൾ സംരക്ഷിക്കും, കിണർ റീചാർജ് ചെയ്യും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയും പരിസ്ഥിതി സംബന്ധിച്ചൊക്കെ. പക്ഷെ അത് മാത്രം പോരാ എന്നുള്ള ഒരാശങ്ക സംസ്ഥാനത്തെ പരിസ്ഥിതി പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും ശാസ്ത്രജ്ഞന്മാരും സാങ്കേതിക വിദഗ്ധരും സാമൂഹ്യ പ്രവർത്തകരുമെല്ലാം ഇന്നലെ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ഒന്നിച്ചു കൂടുകയും ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ചർച്ചകളും ശില്പശാലയും നടത്തി മനോഹരമായ ഒരു ശില്പശാല എന്നുള്ള നടന്നു. ഇതിന് ഉപോത്ബലകമായി ജനുവരി മാസത്തിൽ 2 മാസം മുമ്പ് വയനാടിലെ ഉറവെന്ന് പറയുന്ന സ്ഥലത്ത് സഹ്യാദ്രി എൻവയോൺമെൻറ്റ് സമ്മിറ്റ് 2026 നടന്നു. അവരും കേരള പരിസ്ഥിതി ഐക്യവേദി എന്നൊരു സംഘടനയും കൂടി, പിന്നെ മറ്റെല്ലാ സാമൂഹ്യ ഈ പരിസ്ഥിതി രംഗത്ത് നിൽക്കുന്ന സംഘടനകളും വ്യക്തികളും എല്ലാം കൂടി ചേർന്ന് അവർ ഒരു സമ്മിറ്റ് നടത്തിയിരുന്നു 3 ദിവസത്തെ വയനാടിൽ. അതിൻ്റെ ഒരു സമ്മിങ് അപ്പ് എന്നുള്ള നിലയിൽ മനോഹരമായ ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഫ്രം ഫോറസ്റ്റ് ടു സീ, കാട് മുതൽ കടൽ വരെ എന്നുള്ളതാണ് അതിൻ്റെ രേഖ. ഈ രേഖയാണ് ഇന്നലെ പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ എം ജി രാധാകൃഷ്ണൻ, ഏഷ്യാനെറ്റിലും മാതൃഭൂമിയിലൊക്കെ ഉണ്ടായിരുന്ന എം ജി രാധാകൃഷ്ണൻ അത് റിലീസ് ചെയ്തു. സി പി ഐയുടെ പ്രധാനപ്പെട്ട നേതാവ് മുൻ മന്ത്രിയുമായ മുല്ലക്കര രത്നാകരനൊരു കോപ്പി കൊടുത്തു. അതുപോലെ AICC സെക്രട്ടറിയും കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവുമായിട്ടുള്ള ഒരുപക്ഷെ UDF വന്നാൽ മന്ത്രി വരെ ആകാൻ സാധ്യതയുള്ള വിഷ്ണുനാഥിന് അതിൻ്റെ ഒരു കോപ്പി കൊടുത്തു, റിലീസ് ചെയ്തു. കുമ്മനം രാജശേഖരൻ ഇന്നലെ പ്രധാനമന്ത്രി വരുന്ന ദിവസമായതുകൊണ്ട് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഇതിൻ്റെ ഭാരവാഹികളായിട്ടുള്ള വയനാട് പ്രകൃതി സംരക്ഷണ സമിതി ഇപ്പോൾ തുരങ്കപാതയ്ക്കൊക്കെ എതിരെ സുപ്രീം കോടതിയിൽ വരെ കേസ് കൊടുത്ത് ഭീഷണിയൊക്കെ നേരിട്ട് നിൽക്കുന്ന ബാദുഷാജി, അതുപോലെ ഇതിൻ്റെ അരങ്ങിലും അണിയറയിലുമൊക്കെ നിന്ന് പ്രവർത്തിച്ച ശ്രീധർ രാധാകൃഷ്ണൻ, തണലിൻ്റെ പഴയ തണൽ ശ്രീധർ എന്നാണ് നമ്മളൊക്കെ വിളിക്കുന്ന രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ വീണ മരുതൂർ തിരുവനന്തപുരത്തുള്ള, അതുപോലെ തന്നെ MJ ബാബു, അതുപോലെ പിന്നെ ഈ കുഞ്ഞികൃഷ്ണൻ സാർ, അതായത് ജീവശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിയും കേരളത്തിലെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുഞ്ഞികൃഷ്ണൻ മാഷ്, ശാസ്ത്ര സാഹിത്യ വർഷത്തിനെ വിചാരിച്ചുകൊണ്ട് ഹരിലാൽ, പിന്നെ അഡ്വക്കേറ്റ് സന്തോഷ്, എബി ജോർജ്, അങ്ങനെ ഞാൻ പേര് പറയാൻ തുടങ്ങിയാൽ വലിയ ഒരു സംഘം ആളുകൾ കേരളത്തിലെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, പിന്നെ മാതൃഭൂമി, മനോരമ, ഹിന്ദു എന്ന പത്രങ്ങളിലെ ആളുകൾ പലതുള്ളി കൈകാര്യം ചെയ്തിരുന്ന വർഗീസ് തോമസ്, മനോരമ, അതുപോലെ മാതൃഭൂമി, ഹിന്ദു, അങ്ങനെ വ്യത്യസ്ത പത്രങ്ങളിലുള്ളവർ, ആക്ടിവിസ്റ്റുകൾ എല്ലാവരും പങ്കെടുത്തുന്ന, പിന്നെ അതുപോലെ തന്നെ ഇതാണ് ജേക്കബ് വടക്കാഞ്ചേരി, അങ്ങനെ തുടങ്ങിയ ആളുകൾ, പിന്നെ സാഹിത്യ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യത്യസ്ത ആളുകൾ അവിടെ ഒത്തുകൂടുകയും അവരുടെ ആശങ്കകളും അവരുടെ ഈ രംഗത്തുള്ള കൺസേണും പങ്കുവയ്ക്കുകയും ചെയ്തു. മനോഹരമായ ഒരു റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. ആ റിപ്പോർട്ടിൽ യഥാർത്ഥത്തിൽ റിപ്പോർട്ടിനെ സംബന്ധിച്ച സംഗ്രഹം കൂടി ഒന്ന് നമുക്ക് നോക്കുന്നത് നന്നായിരിക്കും. 19 ചാപ്റ്ററുള്ള ഒരു റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. അതിനകത്ത് ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ കളക്റ്റീവായി ചെയ്തിട്ടുള്ള ഒരു ഡ്രാഫ്റ്റാണ്. ഇതിൻ്റെ ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ PDF കോപ്പിയൊക്കെ സംഘാടകർ അയച്ചു കൊടുക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട്. കേരള അറ്റ് എക്കോളജിക്കൽ ക്രോസ് റോഡ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടു ക്ലൈമാറ്റിക് ഗവേണൻസ് ഒരു വലിയ വിഷയമാണ്. പരിസ്ഥിതി പരിപാലനം മുതൽ കാലാവസ്ഥയുടെ മാനേജ്മെൻറ്റ് വരെ, അല്ലെങ്കിൽ ഗവേണൻസ് വരെ, പീപ്പിൾസ് എൻവയോൺമെൻറ്റ് ചാപ്റ്റർ, ട്രാൻസ്ഫോം കേരള എക്കോളജിക്കൽ ലാൻഡ്സ്കേപ്പ് ആൻഡ് എക്കോണമി, കേരളത്തിലെ കൃഷി, ഫുഡ് സെക്യൂരിറ്റി, അഗ്രികൾച്ചർ സെക്യൂരിറ്റി, റൂറൽ ട്രാൻസിഷൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ. പിന്നെ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഫോറസ്റ്റ്, വെസ്റ്റേൺ ഘാട്ട്, ബയോഡൈവേഴ്സിറ്റിയാണ് ചാപ്റ്റർ 5. എല്ലാം 2 പേജ് വീതമുള്ള വളരെ രസകരമായൊരു ഡോക്യുമെൻ്റാണത്. മിഡ്ലാൻഡ്, ഹില്ല്, ലാറ്ററൈറ്റ്, ലാൻഡ്സ്കേപ്പ്, സ്ലോപ്പിലൊക്കെ എന്ത് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. വാട്ടർ സെക്യൂരിറ്റി എന്താണ്, ജലസുരക്ഷ, നദികൾ, തണ്ണീർത്തടങ്ങൾ, ഫ്ലഡ് പ്ലെയിൻസ്, പ്രളയതടങ്ങൾ, ഗ്രൗണ്ട് വാട്ടർ, ഭൂഗർഭജലം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കോസ്റ്റൽ, അത് ഇപ്പോൾ കോസ്റ്റൽ ഹൈവേ ഒക്കെ വരുന്നു, തീരദേശ ഹൈവേ ഒക്കെ വരുന്നതുകൊണ്ട് കോസ്റ്റൽ ഏരിയയിലുള്ള ജനങ്ങളുടെ പുനരധിവാസത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അവിടെ തന്നെ അവരെ ആവാസ വ്യവസ്ഥയ്ക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ കേരളത്തിൽ ഓരോ വികസന പ്രവർത്തനം നടത്തുമ്പോഴും അതിനൊരുപാട് റെഫ്യൂജീസ് ഉണ്ടാകുകയാണ്. ഡെവലപ്മെൻറ്റൽ റെഫ്യൂജീസ്, പണ്ടാണെങ്കിൽ എൻവയോൺമെൻറ്റൽ റെഫ്യൂജീസ് ആയിരുന്നു, ഇപ്പോൾ ഡെവലപ്മെൻറ്റൽ റെഫ്യൂജീസ് ഉണ്ടാകുകയാണ്. വികസന അഭയാർത്ഥികൾ ഉണ്ടാവുകയാണ്. അത് ഗെയിൽ പൈപ്പിൻ്റെ ആയാലും, വിമാനത്താവളം വരുന്നതായാലും, റോഡ് വരുന്നതായാലും, പിന്നെ നാഷണൽ ഹൈവേ വരുന്നതായാലും, തീരദേശ ഹൈവേ ആയാലും, തുരങ്കപാതയായാലും, എന്ത് വരുമ്പോഴും കുറേ
ആളുകൾ അവിടെ നിന്ന് പലായനം ചെയ്തു പോകുന്നുണ്ട്. പക്ഷേ അതൊന്നും ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് നാമമാത്രമായ തുകയും അതും ഇതൊക്കെ കൊടുത്ത് അവരെ ഒഴിവാക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. ഓരോ എക്കോസിസ്റ്റത്തിൽ നിന്നും ആളുകളെ നമുക്ക് ഒഴിവാക്കാം, പക്ഷേ എക്കോസിസ്റ്റത്തിലെ സൂക്ഷ്മജീവികൾ മുതൽ സ്ഥൂലജീവികൾ വരെ വലിയ ജീവികൾ വരെയുള്ള ജൈവസമ്പത്തിനെയും ജീവജാല സമ്പത്തിനെയും എങ്ങനെയാണ് നമ്മൾ പുനരധിവസിപ്പിക്കുക, എവിടേക്കാണ് അതിനെ കൊണ്ടുപോകുക, എക്കോസിസ്റ്റം വാല്യൂ എങ്ങനെ നമ്മൾ പുനർനിർണ്ണയിക്കും എന്നുള്ളത് ഒരു എക്കണോമിക് വാല്യൂ കൊണ്ട് ഈ എക്കോസിസ്റ്റം വാല്യൂവിനെ നമ്മൾ കമ്പയർ ചെയ്യാൻ പോലും നമുക്ക് പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. എക്കോളജി സെൻസിസ്റ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ നമ്മൾ മൺസൂണിൻ്റെ ഒരു സ്ഥലമാണ്. ഒരു മൺസൂണിൻ്റെ റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് നമുക്ക് എങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ നല്ല രസമാണ്, വളരെ കൺസെപ്റ്റ് വൈസ് വളരെ രസമാണ്. അതുപോലെ മൈനിങ് മെറ്റീരിയലും മെറ്റീരിയൽ ആൻഡ് സർക്കുലർ എക്കോണമി മൈനിങ്ങിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഈ പാറ ഖനനത്തെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ ഒരു കൺസേൺ കേരള സ്റ്റേറ്റിലെ പരിസ്ഥിതി പ്രവർത്തകർക്കും ആളുകൾക്കുമുണ്ട്, ആക്ടിവിസ്റ്റുകൾക്കുമുണ്ട്. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ അർബൻ എക്കോളജി എങ്ങനെയാണ് ഹീറ്റ് റെസിലൻസ്, അർബൻ ഹീറ്റ് സിൻഡ്രോം ഒക്കെ ഉണ്ടാകുന്ന കാലമാണ്, അതിൻ്റെ കാര്യം. പിന്നെ ഗ്രീൻ സിറ്റീസ് എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ രസകരമായ ഒരു ഗ്രീൻ എക്കോണമിയിലേക്കാണ് കാര്യങ്ങൾ പറയുന്നത്. വേസ്റ്റ് മാനേജ്മെൻറ്റിൽ നമുക്ക് ഇപ്പോഴും നമ്മൾ വളരെ അജ്ഞരാണ്, അശാസ്ത്രീയരാണ്. അത് എങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ പൊല്യൂഷനൊക്കെ എങ്ങനെ മാറ്റാം. ട്രാവൽ ടൂറിസം ആൻഡ് എക്കോളജിക്കൽ ക്യാരിയിങ് കപ്പാസിറ്റി, ഓരോ സ്ഥലത്തിൻ്റെയും ടൂറിസത്തെക്കുറിച്ച് നമ്മൾ വല്ലാതെ വാചാലമാകുമ്പോൾ ആ പ്രദേശത്തിൻ്റെ വാഹക ശേഷി, ക്യാരിയിങ് കപ്പാസിറ്റി എന്തിനാണ്. അതുപോലെ എനർജി ട്രാൻസിഷൻ ആൻഡ് ക്ലൈമാറ്റ് മിറ്റിഗേഷൻ, ഇത്രയും നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് നമുക്കത് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല, കാറ്റിനെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല, തിരമാലയെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല. നമ്മളിപ്പോഴും ജലവൈദ്യുത പദ്ധതിയിലോ അല്ലെങ്കിൽ താപവൈദ്യുത പദ്ധതികളിലോ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം, ക്ലൈമാറ്റിക് റിസ്ക് എങ്ങനെ നമുക്ക് ഏറ്റെടുക്കാം അല്ലെങ്കിൽ അതെങ്ങനെ ഒഴിവാക്കാം, ഡിസ്പ്ലേസ്മെൻറ്റ് റൈറ്റ് ബേസ്ഡ് റിഹാബിലേഷൻ, ഓരോരുത്തരുടെ അവകാശം വെച്ചുകൊണ്ടുള്ള മാനവരാശിയുടെ ഓരോ എക്കോസിസ്റ്റത്തിലുമുള്ള ആളുകളുടെ അവകാശം നിലനിർത്തിക്കൊണ്ട് എങ്ങനെ അവരെ നമുക്ക് പുനഃവധിപ്പിക്കാം, ആർക്കിടെക്ചർ ഗവേണൻസ് എങ്ങനെയാണ് നമുക്ക് കൊണ്ടുവരിക, അതിൻ്റെ റിഫോംസ്, ഫിനാൻഷ്യൽ ആൻഡ് അക്കൗണ്ടബിലിറ്റി കാര്യങ്ങൾ എങ്ങനെ വരുത്താൻ പറ്റും, ക്ലൈമാറ്റ് ഗവേണൻസ് ആർക്കിടെക്ചർ, കാരണം നമ്മൾ വീട് വയ്ക്കുമ്പോഴും അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണത്തിനൊക്കെ വളരെ വ്യാപകമായിട്ടാണ് നമ്മൾ മണലും സിമൻറ്റും ചുടുകല്ലും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. ഇവിടെ എങ്ങനെ നമുക്കൊരു ഗ്രീൻ ആർക്കിടെക്ചർ, ഗ്രീൻ ടെക്നോളജി കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ലാൻഡ് യൂസ് പോളിസി, നമ്മുടെ സംസ്ഥാനത്തിന് ഒരു പോളിസി ഇല്ല എന്ന് മാത്രമല്ല അതിൻ്റെ വളരെ ഡൈനാമിക് ആയിട്ടുള്ള ലാൻഡ് യൂസ് ചേഞ്ചസ് ആണ് അനുനിമിഷം സംസ്ഥാനത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 10 സെൻറ്റ് വയലുണ്ടെങ്കിൽ 1,60,000 ലിറ്റർ മഴവെള്ളമാണ് ഉൾക്കൊള്ളുന്നത്. ഒരു ഹെക്ടർ ഭൂമി, വനഭൂമി 32,000 ഘനകിലോമീറ്റർ പ്രദേശത്തെ മഴവെള്ളത്തെ ഉൾക്കൊള്ളും. അപ്പോൾ കാടും കാവും കുളങ്ങളും നദികളും വയലുകളും തണ്ണീർത്തടങ്ങളും എല്ലാം നികത്തിയതിന് ശേഷം നമ്മൾ പിന്നെ വെള്ളത്തെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചും വേവലാതിപ്പെടുന്നതിൽ കാര്യമില്ല. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഡേറ്റ, ഈ കിട്ടുന്ന വിവരങ്ങൾ പലപ്പോഴും അശാസ്ത്രീയമാണ്. പിന്നെ EIA എന്ന് പറഞ്ഞ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻ്റ് ഒക്കെ തരികിട പരിപാടികളാണ്. അതൊക്കെ എങ്ങനെ നമുക്കൊന്ന് കുറച്ചുകൂടി അക്കൗണ്ടബിലിറ്റിയോടും ട്രാൻസ്പെറൻറ്റോടും ചെയ്യാം. അതുപോലെ തന്നെ ഓവറാൾ ഒരു പബ്ലിക് ഓവർസൈറ്റ് കൊണ്ടുവരുന്നത് എങ്ങനെ, ഇതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരുന്നത് അങ്ങനെ 20ഓളം ഭാഗങ്ങളായിട്ട്, പിന്നെ ഫിനാൻസിന് എക്കോളജിക്കൽ ക്ലൈമാറ്റ് ട്രാൻസിഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരു 20 ചാപ്റ്റർ എന്ന് പറയാൻ കഴിയത്തില്ല, 20 ഭാഗങ്ങളായി ഒരു 54-55 പേജുള്ള മനോഹരമായൊരു ഡോക്യുമെൻ്റ് ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഡ്രാഫ്റ്റ് ആണെന്നാണ് ഇതിൻ്റെ സംഘാടകർ തന്നെ പറയുന്നത്. അതുകൊണ്ട് ഇത് എല്ലാവർക്കും ചർച്ചയ്ക്കെടുക്കണം. കേരളത്തിൻ്റെ മാധ്യമങ്ങൾ, ഇന്ന് എല്ലാ മാധ്യമങ്ങളും നന്നായി ന്യൂസ് കവർ ചെയ്തിട്ടുണ്ട്. വളരെ ഗൗരവമായി കേരളത്തിലെ പരിസ്ഥിതിയും നമുക്ക് ആവശ്യമുണ്ട്, പിന്നെ വികസനവും ആവശ്യമുണ്ട്. അതിനേക്കാൾ പ്രധാനം ഇതെല്ലാം ഉൾക്കൊള്ളാൻ ഒരു ജനതയെ നമുക്കിവിടെ നിലനിർത്തേണ്ടതിൻ്റെ വളരെ വലിയ അത്യാവശ്യമുണ്ട്. പരിസ്ഥിതി മാത്രം നിലനിർത്തിക്കൊണ്ട് അതിൽ തൊടാതെ നമുക്ക് മാനവരാശിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. മുച്ചൂട് മുടിക്കുന്ന വികസനം കൊണ്ടും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. കൃത്യമായിട്ട് മനുഷ്യർ, അപ്പോൾ മാൻ, എൻവയോൺമെൻറ്റ്, ഡെവലപ്മെൻറ്റ്, ഇത് മൂന്നും കൂടി വരുന്ന ഒരു ത്രിചക്രം അല്ലെങ്കിൽ ഒരു സർക്കിൾ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വികസന പ്രതിസന്ധി. അതിലേക്ക് ഈ ചർച്ച വഴിമാറുമെന്ന് തോന്നുന്നു. കഴിയുന്നത്ര ആളുകൾ ഈ വീഡിയോ കാണുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാട് മുതൽ കടൽ വരെ ഉള്ള ഓരോ പ്രശ്നങ്ങളാണ് ഇതിനകത്ത് ചർച്ചയ്ക്ക് വച്ചിരിക്കുന്നത്.